നമ്മുടെ നാട്ടിൽ നിരവധി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വെയിലാണെങ്കിൽ നിന്ന് പൊരുകയല്ലാതെ വേറെ വഴിയില്ല. പല സ്ഥലത്തും ഈ കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ സാമൂഹ്യ വിരുദ്ധർ കയ്യേറും, അതോടൊപ്പം തന്നെ നായ്ക്കൾ കയ്യേറും. അങ്ങനെ കാത്തിരിപ്പ് കേന്ദ്രം അത് എന്തിനാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം നടപ്പിലാകാത്ത അവസ്ഥയാണുള്ളത്. എന്നാൽ ഇതിനെല്ലാം അപവാദമായി ഇപ്പോൾ കളമശ്ശേരിയിൽ ഒരു മാതൃകാ ബസ് ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജുവിൻ്റെ മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന പദ്ധതിയായ ഒപ്പം എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കളമശ്ശേരി HMD ജംഗ്ഷനിൽ ഒരു ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണ്. അതുമാത്രമല്ല, വൈഫൈ സൗകര്യമുണ്ട്, മൊബൈൽ റീചാർജിങ് സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ സുരക്ഷയാണ്. സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അകത്ത് മാത്രമല്ല പുറത്തും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സുരക്ഷാ ക്യാമറകൾ പോലീസ് സ്റ്റേഷനുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആർക്കും സുരക്ഷിതമായി തന്നെ ഇവിടെ ഇരിക്കാൻ കഴിയും. നിശ്ചിത സമയത്തേക്കാണ്, അതായത് 15 മണിക്കൂറാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പ്രവർത്തിക്കുക. കാരണം 24 മണിക്കൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരൊക്കെ ഇവിടെ കയറി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുള്ളത് കൊണ്ട് 15 മണിക്കൂറായിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഇത്ര ആധുനികമായ ഒരു ബസ് ഷെൽട്ടർ ആദ്യത്തെയാണ്. അത് പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ബസ് ഷെൽട്ടർ എന്ന രീതിയിൽ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കളമശ്ശേരി എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ ഹബ്ബാണ്. ഏറ്റവും കൂടുതൽ കാൽനടക്കാരാണെങ്കിലും ബസ് കാത്തിരിപ്പ് ആവശ്യമായ ഒരു പ്രദേശമാണ്. അപ്പം മന്ത്രി പി രാജീവ് അവറുകളുടെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ബസ് ഷെൽട്ടർ നിർമ്മിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. ഇവർക്കാണ് പ്രധാന ഉപകാരം വരാം. ഇവിടെ പോളി, വനിതാ പോളി, സെന്റ് പോൾസ്, ITI എല്ലായിടത്തും ഇങ്ങനെയുള്ള ബസ് സ്റ്റോപ്പുകൾ വേണ്ടേ അല്ലേ? എല്ലാവർക്കും ACI പിന്നെ ഒരു ഇതിനകത്ത് തന്നെ ഇരിക്കില്ലേ. ഇവിടെ നമ്മളിപ്പോൾ ഒരു ലിറ്റിൽ ലൈബ്രറി കൂടി വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയ പുസ്തകങ്ങളുണ്ടാവും. ഇവിടെ നിന്ന് തന്നെ വായിച്ചിരുന്ന് പോകരുത്, എന്നാലും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. നിശ്ചിത സമയത്തേക്കായിരിക്കും. വളരെ നന്ദിയുണ്ട് മന്ത്രി. എന്തായാലും കളമശ്ശേരിയിലെ ഈ ആധുനിക ബസ് ഷെൽട്ടർ എല്ലാ സ്ഥലങ്ങളിലും വേണമെന്നുള്ള ആവശ്യം ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത്രയും സൗകര്യങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബസ് ഷെൽട്ടറിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലായിടത്തും വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി ബസ് കാത്തിരിക്കാൻ കഴിയും. ശരത് അമ്പാട്ടവനൊപ്പം അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്. അരുണെ കാണുമ്പോഴേ നല്ല ലുക്കുണ്ട്. ഒന്ന് മുന്നിൽ അവരുടെ ഫ്രണ്ടിൽ ഒന്ന് ചെന്ന് നിന്നാലേ നമുക്ക് വെറുതെയെങ്കിലും ഒന്ന് കയറിയിരിക്കാൻ തോന്നും. തണുപ്പത്തിരിക്കാം, നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, സുരക്ഷയുണ്ട്, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോഴേ ആൾക്കാരെല്ലാവരും പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. ഒന്നെങ്കിൽ വല്ല തെരുവുനായ്ക്കളും കയറി കിടക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഭയങ്കര പൊടിയൊക്കെ ആയിരിക്കും. ഈ സാമൂഹ്യ വിരുദ്ധരൊക്കെ കൈയിടുന്ന ഒരു ഇടമാണ് പലപ്പോഴും നമ്മൾ ബസ് സ്റ്റോപ്പുകൾ കാണാറുള്ളത്. അതെല്ലാം മാറി ഇങ്ങനെ സുരക്ഷയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഒരുങ്ങണമല്ലേ. കളമശ്ശേരിയെ സംബന്ധിച്ചും വലിയ പ്രത്യേകതയുള്ള ഒരിടമാണ്. ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നത് കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു ബസ് സ്റ്റോപ്പ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പുകളൊക്കെ കാണുന്ന സമയത്ത് അതൊന്നും അത് ആർക്ക് വേണ്ടിയിട്ടാണോ നിർമ്മിച്ചത്, അതായത് ബസ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ബസ് സ്റ്റോപ്പുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്, ബസ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒന്നുകിൽ തെരുവുനായകൾ കയറി കിടക്കും, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ അത് കയ്യേറും. അപ്പോൾ ബസ് കാത്തിരിക്കുന്നവർ റോഡിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരും ഒരു വെയിലത്ത്. പക്ഷേ അതിനൊക്കെ ഒരു അപവാദം തന്നെയാണ് ഈ ബസ് ഷെൽട്ടർ എന്ന് പറയുന്നത്. ഒരു മാതൃകാ ഷെൽട്ടർ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒന്ന് ശീതീകരിച്ച സംവിധാനമാണ്. വൈഫൈ ഉണ്ട്, ഈ ആധുനിക കാലത്ത് ഏറ്റവും ആവശ്യം വേണ്ട വൈഫൈ ഉണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് പോയിന്റുകളുണ്ട്. ഇപ്പോൾ മന്ത്രി പറഞ്ഞത് ഈ ചെറിയൊരു ലിറ്റിൽ ലൈബ്രറിയും കൂടെ അവിടെ വെക്കും. അതായത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അവിടെ ബസ് കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയം എന്തെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാൻ സമയം പോകാൻ വേണ്ടി അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതൊരു വീക്ഷണത്തിൻ്റെ ഒരു ആശയം ഉൾക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ബസ് ഷെൽട്ടർ അവിടെ സ്ഥാപിതമായത്. ഒരു സ്വകാര്യ കമ്പനിയുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടിയാണ് അത് സ്ഥാപിതമായത്. എന്തായാലും ഈ ബസ് സ്റ്റോപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ബസ് ഷെൽട്ടർ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് വേണമെന്ന് തോന്നും. കാരണം അത് നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. അതൊരു സുരക്ഷ ഉറപ്പാക്കുന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടത്. കാരണം ഈ
ഷെൽട്ടറിൽ ക്യാമറകളുണ്ട്, അത് അകത്തുമുണ്ട് പുറത്തുമുണ്ട്. ഈ ക്യാമറകൾ നേരെ പോലീസ് സ്റ്റേഷനിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാകുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും വരണം. ആ ഒരു ധൈര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാണുമ്പോഴേ തന്നെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ഇത്രത്തോളം വലിയ സൗകര്യമില്ല എങ്കിൽ പോലും അവിടെ എത്തുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവിടുത്തെ സംവിധാനങ്ങൾ ഉണ്ടാകുക. ബസ് കയറാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രം പാകത്തിന് അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ശരി അരുൺ.